അസ്സലാമലൈക്കും. നമസ്കാരം. അപ്പോൾ നമ്മൾ എന്താ ഇന്ന് ഉണ്ടാക്കാൻ പോണല്ലേ, പിന്നെ എന്താണ് പരിപ്പ് കറി, പരിപ്പും മുരിങ്ങയിലയും താളിപ്പ്. ഇതാ മുരിങ്ങ ഇവിടെ പിന്നെ ഊരിയൊക്കെ വെച്ച് റെഡിയാക്കി കഴുകി ഒക്കെ വെച്ചിട്ടുണ്ട്. പരിപ്പ് ഒരു കുക്കർക്ക് ഒരു 2 പിടി പരിപ്പ് വെച്ചിട്ടുണ്ട്, അല്ല 2 പിടി കഴുകി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ടോളി. ഇതാ ഞാൻ ഇട്ട കാര്യം അപ്പോൾ പറഞ്ഞു. ചില ആൾക്കാർക്ക് നമുക്ക് ഇവിടെ കുറച്ചൊരു എരിവ് വേണം കേട്ടോ. എല്ലാവർക്കും ഇവിടെ സോനുവിന് മാത്രമേ പറ്റാത്തുള്ളൂ. ഞങ്ങളൊക്കെ നല്ല എരിവിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഒരു 3 നല്ല എരിവുള്ള പച്ചമുളകാണ് ഇട്ടിട്ട്. അപ്പോൾ അതൊന്ന് വിസിലടുപ്പിച്ചു. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന്, ഇത് വെന്ത് വരട്ടെന്നിട്ട് നമുക്ക് മുരിങ്ങയില ഇടണം. പിന്നെ ചക്കക്കുരു തോരനാണ് ഇന്നത്തെ കറി, ഇതാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയൊക്കെ പെയ്യണോണ്ട് നമുക്ക് ഇങ്ങനെ കണ്ട് ഉണ്ടാക്കാം. അങ്ങാടി പോവാനും വരാനും ഒന്നും ആളില്ലാത്തവരും ഇങ്ങനത്തെ ഒക്കെ കണ്ട് ഉണ്ടാക്കുക. അപ്പോൾ അതാ നല്ല ഒരു പാകത്തിന് മൂപ്പുള്ള എന്താ പറയുക ചക്കക്കുരു കിട്ടിയത്. ഇതണ്ട ചക്കക്കുരു പറയുമ്പോൾ നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്, നല്ല ഗുണങ്ങളുള്ള സാധനമാണ്. അപ്പോൾ ഞാനൊരു 25 കുരു എടുത്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കഴുകി ഒരു ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിക്ക് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ, എന്നിട്ട് ഇതിക്കുള്ള ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കണ കാട്ടിത്തരാം. അപ്പോൾ കുറച്ച് ഉപ്പിട്ടുകൊണ്ട് ഞാൻ വിറകടുപ്പത്താട്ടോ വെക്കാൻ പോണേ. കുക്കറിൽ പരിപ്പ് അടുപ്പത്തിട്ടാണ്, ഒരു കുക്കറിൽ വേറെ എന്തൊക്കെയുണ്ട്. ലേശം ഉപ്പിടുക, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അതൊന്ന് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ അതാ നമ്മളെ എന്താണ് ചക്കച്ചോളം നേട്ടക്കളെ തൊള്ളയിലുണ്ട്. അപ്പോൾ അതാ തേങ്ങയും ഉള്ളിയും പച്ചമുളകും, നല്ല എരിവുള്ള പച്ചമുളകാണ്. നല്ല ഒന്ന് എരിയട്ടെ വെച്ച് എരിഞ്ഞിട്ട് കണ്ണുകൂടി ഇങ്ങനെ വെള്ളം ഒഴിക്കണം. നല്ല എരിവുള്ള പച്ചമുളക് 3 കിട്ടുന്നു. ഇപ്പം നമ്മളെ പരിപ്പ് വെന്തിട്ടോ. അപ്പം നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം. താളിപ്പല്ലേ, അതിൻ്റെ കട്ടി ഉള്ള ഭാഗം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ മുരിങ്ങയില ഇടാൻ നോക്കുമ്പോൾ ഇതിൽ വെള്ളം കുറവാണ്. അപ്പോൾ ഞാൻ അത് പെട്ടെന്ന് വെച്ച് പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ പച്ചവെള്ളം കോരി വയ്ക്കുമ്പോൾ എന്താ പറയുക, അങ്ങനെ വേവാത്ത മാതിരിയാവും. അപ്പോൾ നല്ല എരിവ് ഇട്ടിരിക്കണം. സീനുവിന് എരിവ് വലിയ ഇഷ്ടമല്ല, എന്നാലും ഓല് നല്ല മുളകും മാങ്ങയൊക്കെ നല്ലോണം തിന്നു ചെയ്യും. അപ്പം ഞാൻ ഓളെ പറ്റിച്ച് ലേശം മുളക് അധികം കണ്ടിട്ട് തിന്നോന്നൊന്നും അറിയില്ല കേട്ടോ. പെരീത്ത കാര്യമാണ് പറയുന്നത്. ഇതിൽ പിന്നെ പാകത്തിന് ഇട്ടണം. ഇത് ഒഴിച്ച് കറിയല്ലേ, ചക്കക്കുരു തോരനിൽ ഇട്ട കാര്യമാട്ടോ ഞാൻ പറഞ്ഞ്. നല്ല എരിവ് ഇട്ടണമെന്ന്. ഇത് പാകത്തിനാണ്. ഒഴിച്ച് കറിയിൽ തോനെ എരിവിട്ടാൽ നമുക്ക് കഴിക്കാൻ കഴിയൂല. അപ്പോൾ പാകത്തിന് ഇടുക ഞങ്ങളെ ഓരോരുത്തർ. ഞങ്ങൾ വലിയ ആൾക്കാർക്കൊക്കെ നല്ല എരിവ് വേണം. ഇവിടെ എന്തോ ചമ്മന്തിയൊക്കെ കുഴച്ച് തിന്നും വരും ചിനുവിൻ്റെ അമ്മ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ. അപ്പം നിങ്ങളെ പാകത്തിന് ഇട്ടാൽ മതി. അപ്പോൾ അതൊന്നും തിളച്ചേട്ടെ. ഞാൻ അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ മുരിങ്ങ അതിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് നമ്മളെ വിറകടുപ്പത്ത് എത്തിയിട്ട മക്കളെ ഞാനിത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോണ്ടല്ലോ പെട്ടെന്ന് ഗ്യാസാണ് തീർന്നു. അതാട്ടോ കുറച്ച് നേരം നിന്നത്. അപ്പോൾ ഇത് തിളച്ച് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു മൺകലത്തേക്ക് മാറ്റിയത് പെട്ടെന്ന് ഉണ്ടാക്കും. അപ്പോൾ അതാ നമ്മളെ ഇലയൊക്കെ വന്ന് ഇപ്പം നമ്മൾ ഉപ്പിട്ടിട്ടില്ല കേട്ടോ, കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ. അതാ ഉപ്പിട്ട് ഞാനിങ്ങനെ നോക്കുകയല്ലേ, വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോണ്ട് ഒരു കത്താതെ നിൽക്കണേ. അപ്പം നോക്കുമ്പോൾ ഗ്യാസ് കഴിഞ്ഞാൽ മക്കളെ. അപ്പോൾ അത് നിറച്ചിട്ടല്ല എന്നാന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് തന്നെ ഇരിക്കും അധികം. അപ്പോൾ അത് വെന്ത് റെഡിയായി നമുക്കൊന്ന് വറവിട്ടെടുക്കണം. ചട്ടി ചൂടായി വന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയൊന്നും ഇനി നമ്മൾ ഒഴിക്കൂല ടക്കളെ. ഒക്കെ വില കൂടി വരിക. സാധാരണക്കാരായ നമ്മൾക്കൊന്നും ഈ വെളിച്ചെണ്ണ വാങ്ങാൻ കഴിയില്ല.
അത് ഉറപ്പാണ്. ഇവിടെ ആണെങ്കിൽ ഓയിലൊന്നും പറ്റൂല വയറിന്. മോന് തീരെ കൊടുക്കാൻ പറ്റൂല, അവന് സുഖമില്ലാത്തതായതുകൊണ്ട്. സുഖമില്ലാത്തതെന്ന് പറയുമ്പോൾ ഓന് വലിയ ഓപ്പറേഷൻ കഴിഞ്ഞാണ് അറ്റാക്കിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഓന് കൊടുക്കാൻ പറ്റില്ല ഓയിലൊന്നും. പിന്നെ ഡോക്ടർ പറഞ്ഞ നല്ല വെളിച്ചെണ്ണ, നല്ലത് നമുക്ക് കിട്ടിയില്ലെങ്കിലും കടയിലുള്ള വെളിച്ചെണ്ണ എന്നും പറഞ്ഞ് അതിലും കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ഓയിൽ വാങ്ങലില്ല. അപ്പം ഇനി തേങ്ങാക്കറി മാത്രം. അപ്പോൾ തേങ്ങക്കും വില. അപ്പം എന്താ ചെയ്യുക? നമുക്കാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തിന്നാനും അറിയില്ല. കാരണം കുറച്ചൊരു വെളിച്ചെണ്ണയും ഇതുമില്ലാതെ നമ്മളെ എങ്ങനെയല്ലേ തിന്നുക. അപ്പോൾ അതാ പൊട്ടി വരുന്നുണ്ട്. ഞാൻ ലേശം കടുകിട്ട് വർത്താനം പറഞ്ഞത് പറഞ്ഞില്ല. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. ഉള്ളി ഇട്ട്, ചുമന്ന ഉള്ളി. ഞാൻ മഴ ചെയ്തപ്പം പുറത്തേക്ക് ഇറങ്ങാൻ മടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകഴിഞ്ഞിട്ടോ. ഇപ്പോഴാണ് ഗ്യാസ് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വിറകും കുറവാണേ. വിറക് കുറവ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മഴ പെയ്തില്ലേ, അതുകൊണ്ട് വിറകും കോലൊക്കെ കുറച്ചല്ലേ. അപ്പോൾ ഇത് ഇതെന്നാൽ ഗ്യാസുമൊന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഗ്യാസും കഴിഞ്ഞു. എന്തൊക്കെ എല്ലാം കാട്ടുക അറിയില്ല. പിന്നെ മഴ പെയ്യുമ്പോൾ ഒക്കെ അള്ളാൻ്റെ ഇതല്ലേ, നമ്മളിപ്പോൾ ഓരോന്നും പറയാൻ പറ്റില്ലല്ലോ. മഴ ഇല്ലെങ്കിൽ നമ്മളെ സ്ഥിതി എന്താ? എന്നാലോ കൂടാനും പറ്റില്ല, കുറയാനും പറ്റില്ല. അങ്ങനെയാണ്. അപ്പം അള്ള തരുന്നൊക്കെ നമ്മൾ വാങ്ങണം, ഇത്രയേ ഉള്ളൂ. ഉരുൾപൊട്ടലൊന്നുമില്ല ഞാൻ മതിയേന്. അതിനെ ദ്വാ ചെയ്യാൻ മതി. എമ്മാതിരി മഴയാണ്. ഇവിടെ ഈ ആലയിലാണ് ഈ അടുപ്പുള്ളത്. പുറത്ത് അടുക്കള ഉണ്ടാക്കിയില്ലല്ലോ. ഇങ്ങോട്ട് വെള്ളം വന്നിട്ട് അതാ ഞാൻ ഇറങ്ങാൻ മടിച്ച് നിന്നീന്. അപ്പോൾ ഇത് മൂത്ത് വന്ന് ഇനി ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ എന്താണ് നമ്മളെ പരിപാടി ഇന്ന്? ഇതൊക്കെയാണ് കേട്ടോ മക്കളെ. ഇതൊക്കെ നിങ്ങൾ നിസാരാക്കി തള്ളരുത്. നിങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കിക്കൊള്ളു. ഇല്ല, നമ്മളെ കറി ഇതിലേക്ക് ഒഴിച്ച്. അപ്പോൾ ഞാൻ ചക്കക്കുരു പുറത്ത് തന്നെ കേട്ടോ വെച്ചിട്ടുണ്ടായിന്ന്. അപ്പോൾ അത് വെന്ത് വരുന്നുണ്ട്. നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കാം. നല്ല രസമാണ്. മുരിങ്ങ താളിപ്പും ചക്കക്കുരു തോരനും ഒരച്ചാറും ഒരു ഉണക്കമീൻ പൊരിച്ചതോ പച്ചമീൻ പൊരിച്ചതോ അതും നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഉണ്ടാക്കി വെക്കും. വില തുടങ്ങിയിരിക്കണം. ഇപ്പോൾ പോവും 2 മിനിറ്റ്. നല്ല ചക്കക്കുരുന്ന്. എന്നാൽ മൂപ്പ അധികവും ഇല്ല. കുറച്ച് ഉപ്പ് വരണം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പിന്നെ ചക്കക്കുരു വെന്ത് ഞാൻ വാങ്ങി വെച്ചിട്ടോ, പറഞ്ഞില്ല. ചെറിയ അടുപ്പത്തേക്ക് വാങ്ങി വെച്ച് കടുക് പൊട്ടി കഴിഞ്ഞ് കറിവേപ്പിട്ട് നമുക്ക് ചക്കക്കുരു ഇതിലേക്ക് കുടഞ്ഞിടാം. അടിയിൽ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, സാരമില്ല. അതിൽ കിടന്ന് വറ്റിക്കോളും. അപ്പോൾ അതാ നമ്മളെ ഈ അടിപൊളി തോരൻ നമ്മളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് തേങ്ങ ഇടാണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ലേ പരിപാടി. കഞ്ഞിക്കൊക്കെ എന്ത് ടേസ്റ്റാ അതെന്നറിയാം. നമ്മൾ അരച്ചിട്ട് പരപ്പിട്ട് ഇതൊന്ന് ഇളക്കി ചൂടാക്കി തേങ്ങൻ്റെ ചുവ പോയിട്ട് കുടിച്ചാൽ അടിപൊളി ടേസ്റ്റുള്ള ഈ തോരനും ഈ മുരിങ്ങ താളിപ്പും പരിപ്പും മുരിങ്ങയും കൂടിയും താളിപ്പും കൂടി ഒന്ന് ഇങ്ങനെയാണ്ട് ഉണ്ടാക്കിക്കോളൂ. നമ്മൾ സാധാരണക്കാരെ കൂട്ടാനാ മക്കളെ ഇതൊക്കെ. നമുക്കിപ്പോൾ 2 കിലോ പോത്തൊന്നും വാങ്ങാൻ കഴിയും. അപ്പം ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് ഉണ്ടാക്കി. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ചെയ്യും. നല്ല എരിവും ഉണ്ട്. ഉപ്പും ഒക്കെ ഇട്ടോ, ഉപ്പ് നോക്കിയില്ല. പിഞ്ച് ഉപ്പ് ഇതിൽ കുടഞ്ഞിടണം. അങ്ങനെ ഇട്ടുകൊടുത്താൽ മതി. ആ അരിഞ്ഞാണ് പോയിക്കോളും.
അങ്ങനെ ഇതുപോലെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കമൻറ്റും നിങ്ങളെ എന്തൊക്കെ ഇതിനുള്ളത് വെച്ചാൽ അതൊക്കെ ഒന്നുണ്ട് വിട്ടോളി. അപ്പം നമ്മളെ ഈ പാവപ്പെട്ടവരെ കൂട്ടാൻ നിങ്ങളൊക്കെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിലൊന്ന് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ കൂടെ നിർത്തുക. അത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് ആദ്യം കയറിയാൽ റെഡിയാണ്.